നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് വാരഫലം പറയാനല്ല. നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ, അതായത് ഭർത്താക്കന്മാർ വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതാരും പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഈ അടുത്ത് എൻ്റെ അരികിൽ ഒരാൾ വരണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ചട്ടകം പൊഴിപ്പിച്ച് മുതുകിൽ വെച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. സഹിക്കില്ല, പെറ്റ തള സഹിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതെല്ലാം എന്നോടൊന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അതുകൊണ്ട് എല്ലാ പരാതികളും എൻ്റെ അടുത്തുനിന്ന് വരാം. ഇപ്പോൾ ഭർത്താവ് ഒന്ന് കൈ ഓങ്ങിയാൽ മതി, അപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ പോവുകയും പിന്നെ വനിതാ കമ്മീഷനിൽ പോവുകയും അങ്ങനെ പല പല സംവിധാനങ്ങൾ അവർക്കുണ്ട്. എന്നാൽ പുരുഷന്മാർക്ക് അതുണ്ടോ? ഇല്ല. അവർ നാണക്കേട് സഹിച്ച് അങ്ങനെ ജീവിച്ച് പോവുകയാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരുത്തനൊരു പരാതി ആയിട്ട് വന്നു. അതെന്താണ്? ഭാര്യ ചപ്പാത്തി പരത്തുന്ന പോലുകൊണ്ട് അവൻ്റെ നടുമുതിന് തന്നെ അടിച്ചു. അതും ഞാൻ കാണുകയുണ്ടായി. അതും വളരെയധികം ദയനീയമാണ്. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന അമ്മിക്കല്ലിൻ്റെ കുഴവുണ്ടല്ലോ, അതിപ്പോൾ സ്ത്രീകൾക്ക് ഉപകാരപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭർത്താക്കന്മാരെ കുനിച്ചു നിർത്തി മുതുകിലടിക്കാൻ സൗകര്യമാണ്. അതുകൊണ്ട് അങ്ങനെ എത്ര കേസുകൾ എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ സ്ത്രീകൾ അബലകൾ എന്ന് പറയുന്നുണ്ട്, എന്നാൽ പുരുഷന്മാരോ തബലകളാണ്. സ്ത്രീകൾക്ക് കൊട്ടി കളിക്കാനുള്ള ഒരു തബലാണ് പുരുഷന്മാർ. ഞാൻ പറയുന്നത്, മുഖത്ത് മീശ വെച്ച് നടന്നാൽ മാത്രം മാണമില്ല. പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണം. അതൊക്കെ എൻ്റെ വീട്ടിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വിറയ്ക്കും. ഞാനൊന്ന് തർപ്പിച്ച് നോക്കിയാൽ മതി, നിന്നിടത്തൊന്നും മുള്ളും. പിന്നെ എൻ്റെ വാക്കിന് അവിടെ ഒരു എതിർവാക്ക് പറയില്ല. അതാണ് ആണ്. അങ്ങനെയാണ് ആണുങ്ങൾ. അതാണ് ആണുങ്ങളാവേണ്ടത്. അങ്ങനെയാണ് ആണുങ്ങളായി ജീവിക്കേണ്ടത്, നട്ടലോടുകൂടി. അയ്യോ, ഭാര്യയാണ് തോന്നുന്നു, അകത്തുനിന്ന് വിളിച്ചു. അപ്പോൾ നീ പിന്നീട് പറയാം.